അൺപ്ലഗ് ടോക്ക് വിത്ത് ഉനൈസ് മൈനാടി എന്ന ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ മലയാളികളുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാവുന്ന ശാന്തനായ സൗമ്യനായ നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോ സാറാണ്. ചാക്കോ ഉളക്കാടൻ സാർ. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഞാൻ പറഞ്ഞ പോലെ സർ, പ്രത്യേകിച്ചും നമ്മുടെ യു എയിലുള്ള മലയാളീസിൻ്റെ ഇടയിലുള്ള എന്ത് പരിപാടികൾ തന്നെ ആയിക്കോട്ടെ, എത്രയും പ്രീമിയം ആയിക്കോട്ടെ, ഏതെങ്കിലും കുഞ്ഞു പരിപാടികളിൽ വരെ ഒരു ദിവസം 7-8 പരിപാടികളിൽ താങ്കളുടെ മുഖങ്ങൾ കാണാറുണ്ട്. അത്രമാത്രം മലയാളികൾക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ എങ്ങനെ കഴിഞ്ഞു സർ? സ്വാധീനം ഉണ്ടാക്കിയതല്ല, ജനങ്ങളത് ആക്കിയതാണ്. അങ്ങനെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഉളക്കാടൻ സാറിനെ ഞങ്ങൾക്ക് വേണം ഇങ്ങോട്ടുള്ള ഒരു പിടിവലിയാണോ? അതാണ് മെയിനായിട്ട് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള. അതായത് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഏത് പരിപാടിക്ക് വിളിച്ചാലും ഏത് സമയത്താണെങ്കിലും ആ ദിവസം തീരുന്നതിന് മുമ്പ് ഓടിയെത്താൻ ശ്രമിക്കാറുണ്ട്. ശരിക്കും എങ്ങനെ ഈ ഒരു ടൈം മാനേജ് ചെയ്യുന്നു സർ? നമ്മളുടെ അതൊരു കടമയാണ്. ഞാൻ പറയുന്നത്, നമ്മളൊരാളൊരു സംഗതിക്ക് വിളിക്കുമ്പോൾ അത് ഓണർ ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കടമയാണ്. അത് അവർക്ക് അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ലാത്ത വിധത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ അവിടെ എത്തിപ്പെടും. അതായത് ഏത് പരിപാടികളിലും ഒരു സാന്നിധ്യമായി ഒരു നെറ്റിപ്പട്ടം ചാർത്തി നിൽക്കുന്നത് പോലെ പല വേദികളിലും നമ്മൾ കാണാറുണ്ട്. ഞാനൊക്കെ ആദ്യം പ്രവാസി ആവുന്ന കാലം തൊട്ടേ പല പരിപാടികളും ഇവിടെ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് മലബാറിനെല്ലാം ഫേസ് ചെയ്യുന്ന അങ്ങനെയുള്ള പരിപാടികളിൽ ഒരു മുഖമായി, അങ്ങനെ ഒരു സാന്നിധ്യമായി, ഒരു നിറസദസ്സായി അങ്ങനെ നിൽക്കാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ് സർ. അതേപോലെ സർ, ഏത് വർഷമാണ് ഒരു പ്രവാസ ലോകത്തേക്ക് വരുന്നത്? എന്തൊക്കെ സ്വപ്നങ്ങളായിട്ടാണ്? നമ്മൾ 1977 ഒക്ടോബർ 2 ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ബോംബെക്ക് ട്രെയിൻ മാർഗം ബോംബെയിൽ വന്നു. എൻ്റെ ഇളയപ്പൻ്റെ കൂടെയായിരുന്നു അവിടെ ബോംബെയിൽ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ പഠിച്ച് ഞാനൊരു ചെറിയൊരു കമ്പനിയിൽ ജോലി സ്റ്റാർട്ട് ചെയ്തു ബോംബെയിൽ തന്നെ. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടലിലേക്ക് മാറി. സെൻഡോർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പണ്ടൊക്കെ നമ്മൾ ദുബായ്ക്കാർ വരുമ്പോഴൊക്കെ ലാൻഡ്മാർക്കായിരുന്ന സെൻഡോർ ഹോട്ടലിൽ, അത് എയർ ഇന്ത്യയുടെ സബ്സിഡി ആയിരുന്നു. അവിടെ ഒരു ജോലി കിട്ടിയപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുണ്ട് ദുബായിൽ, ഉമൽക്കോൻ ഷേഖിൻ്റെ കൂടെയായിരുന്നു ജോസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3-4 ഫ്രണ്ട്സ് നാട്ടിലുണ്ട്. രാമകൃഷ്ണേട്ടൻ വന്നു കഴിഞ്ഞാൽ കാർത്തികൻ വരും, കാർത്തികൻ വന്ന പീതാംബരം വന്ന ജോസ് വരും, ഒരു ചെയിൻ. അങ്ങനെ ജോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ടേണാണ്. അങ്ങനെ ജോസിനെ എപ്പോഴും ഞാൻ എൻ്റെ ഒരു ഗോഡ് ഫാദർ മാതിരെ കാണാം. അദ്ദേഹം ഇവിടെ വന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും വിസ അതിക്ക് മുമ്പ് കിട്ടി. പക്ഷെ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അളിയനും കൂടി ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് 81 മാർച്ച് 13 ദുബായിലെത്തി. അതായത് അന്ന് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ എയർപോർട്ട് കാണാറുണ്ട്. ഫ്ലൈറ്റിൽ കയറുന്നത് അന്നത്തെ ഫസ്റ്റ് ഒരുപാട് ആഗ്രഹങ്ങൾ. പക്ഷെ ഈ പടത്തിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുബായ് എന്നുള്ള ഒരു സ്വപ്നം നിങ്ങളെ മൈൻഡിൽ അന്ന് ഉണ്ടായി? നമ്മള് അന്ന് ദുബായ്ക്ക് എന്തായാലും എത്തുന്നു ജോസ് വന്നപ്പോൾ നമുക്കറിയാൻ വരുന്നു. പക്ഷെ അത്തിരി നേരത്തെ ആയിരുന്നു മാത്രം. 1981 മാർച്ച് 13 ഇപ്പോൾ കഴിഞ്ഞപ്പോൾ 45 കഴിഞ്ഞ് 46 കടന്നു നമ്മൾ. അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം എല്ലാവരും മനസ്സിൽ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര മൈൻഡിൽ എങ്ങനെ കാണും? അയ്യോ, ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുമ്പോൾ ഒരു മെമ്മറി ഇപ്പോഴും അതേപോലെ പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ കനിഷ്കയിലല്ലോ, എംപറർ അശോകയല്ലേ വരുന്നത്. അന്നത്തെ ആ ഫ്ലൈറ്റിന്റെ പേര് എംപറർ അശോക എന്നാണ്. അത് വെച്ചാൽ ഡബിൾ ഡെക്കർ, ഫ്രണ്ടിൽ മാത്രം ഡബിൾ ഡെക്കർ. ഇപ്പോഴത്തെ ഡബിൾ ഡെക്കർ മാതിരിയല്ല, എന്താ പറയുക, ജംബോ. അന്നത്തെ ജംബോ ഫ്ലൈറ്റിലാണ് ഞാൻ വരുന്നത്. ദുബായിൽ വന്നിറങ്ങിയപ്പോൾ മുഴുവൻ അച്ഛന്മാർ നിൽക്കണ മാതിരി എനിക്ക് തോന്നിയത്. പള്ളിയിലത്തെ അച്ഛന്മാരെല്ലാം കന്തൂർ ഇട്ടിട്ട് നിൽക്കണേ. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഉമൽക്കോലിൽ വന്നു. ഒരു ഷെയ്ഖിൻ്റെ വീട്ടിൽ ഗസ്റ്റ് ഹൗസ് എന്ന് പറയും, ഫറാജ് അൽമുള്ളിൽ ഒരു ഗസ്റ്റ് ഹൗസിലാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത്. അതൊരു ഇനീഷ്യൽ വിസ കിട്ടാൻ വേണ്ടിയിട്ടും അവരോട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ആദ്യത്തെ ഒരു 4 മാസം ഷെയ്ഖിൻ്റെ ആ ഗസ്റ്റ് ഹൗസിൽ ജോലി ചെയ്തു. എല്ലാ ജോലികളും ചെയ്യണം. അത് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് 4 അല്ല 3 മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ദുബായിൽ വന്നു. എൻ്റെ ഒരു ഇങ്ങനെ ജോലിക്ക് വേണ്ടി ഇങ്ങനെ പരിശ്രമങ്ങൾ കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഈ കാണുന്ന ഒരു ദുബായ് ഉണ്ട്? ഒന്നുമില്ല, ദുബായിൽ ഒന്നുമില്ല. ദുബായ് ഷാർജ ഒരു 1 വേ, അബുദാബി റോഡ് ഒരു 2 ലൈൻ. ഇത് നമ്മൾ ഒരു സൈഡിൽ നോക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്യും. ഞാൻ കേട്ടിട്ടുണ്ട് കുറെ കാലം മുമ്പ്, ഈ അടുത്ത സമീപകാലം വരെ ഷാർജ എമിറേറ്റിൽ പലപ്പോഴും ഇന്ത്യൻ റുപ്പീസ് ഒക്കെ നടന്നുകൊണ്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. അതൊക്കെ പണ്ടുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അന്ന് ഒരു 490 രൂപ കൊടുത്താലാണ് 1000 രൂപ കിട്ടുള്ളൂ.
1000 രൂപ കിട്ടണമെങ്കിൽ 400-800 ഫസ്റ്റ് ഞാൻ എൻ്റെ ഡ്രാഫ്റ്റിന്റെ കോപ്പി ഞാൻ കുറെ നാൾ വരെ എടുത്തു വെച്ചിരുന്നു. ഓർമ്മയ്ക്ക് 490 രൂപ, 600 രൂപയാണ് ശമ്പളം. 600 രൂപ ശമ്പളത്തിൽ 490 രൂപ വീട്ടിലേക്ക് 1000 രൂപയെ കിട്ടുള്ളൂ. 490 രൂപയ്ക്ക്. പക്ഷെ 1000 രൂപയ്ക്ക് അന്ന് ഭയങ്കര വിലയാണല്ലോ. അന്ന് ഒരു 3 സെന്റ് സ്ഥലം കിട്ടും. അന്ന് എനിക്ക് തോന്നുന്ന സ്വർണത്തിനൊക്കെ സ്വർണത്തിനൊരു 1500-1000 അത്രേ ഉള്ളൂ. ഒരു പവന് വില എന്ന് പറയാം. അല്ല പവന് അങ്ങനെയായിരുന്നു ആ സമയത്ത്. അങ്ങനെ അവിടുന്ന് ഒരു 4 മാസം 6 മാസം ദുബായിലേക്ക് വരുന്നു. ദുബായിൽ വന്നു. നമ്മളുടെ ഒരു സലീം വി വലിയകത്ത് എന്ന് പറഞ്ഞ ഒരു ആളുടെ ഇതിലൊരു ഓഫീസ് ബോയുടെ വേക്കൻസിക്കാണ് ഞാൻ പോകുന്നത്. ഓഫീസ് ബോയുടെ വേക്കൻസി അല്ല, ഒരു കാർ ഡെസ്ക് ക്ലർക്കായിട്ടൊരു ജോലി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പണ്ട് ഇരിങ്ങാലക്കുട നിൽക്കുമ്പോൾ ഒരു ഓട്ടോ സ്പെയർ പാർട്സ് കടയിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇൻ ഔട്ട് നമ്മളൊരു 10 സാധനം വന്നു, 10 ഐറ്റംസിൽ നമ്മൾ എൻട്രി ചെയ്യും. റിസീവിങ്ങും അതുപോലെ തന്നെ സെല്ലിങ്ങും. ഇപ്പൊ നമ്മള് 10 വന്നു കാർഡ് ഡെസ്കിൽ എഴുതി റിസീവ്ഡ് 10, സെല്ല് ചെയ്യുമ്പോൾ അത് ഒരെണ്ണം കുറച്ച് അങ്ങനെ അത് നമുക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഒരു എൻട്രി കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അത് ഇവരുടെ കമ്പനിയിലെ ആവശ്യമായിരുന്നു കാർഡ് ഡെസ്ക് ക്ലർക്ക് എന്ന് പറയാൻ. അങ്ങനെ ഞാൻ സലീം അവിടെ നമുക്കൊരു കുറച്ചും കൂടി ഒരു ബെറ്റർ ഓപ്ഷനിലേക്ക് മാറി. 81 ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബറിലോ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഒരു 5 കൊല്ലം 5 വർഷത്തെ ഒരു ജേണി ആയി. 5 വർഷം അവിടെ ജോലി ചെയ്തു. അപ്പോൾ ആ ഒരു 5 വർഷത്തിനിടയിൽ സാറിന്റെ ആ പൊസിഷനിലുള്ള മാറ്റങ്ങൾ അന്ന് ആദ്യം ക്ലർക്ക് മീൻസ് ഇതായിരുന്നു. അവിടുന്ന് ഒരു 84 ജൂണിൽ ലൈസൻസ് കിട്ടി, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ തന്നെ സെയിൽസിലേക്ക് മാറി. അപ്പോൾ സാലറിയിലും മാറ്റങ്ങൾ വന്നു, കമ്മീഷനായി, കുറച്ചും കൂടി ബെറ്റർ. അന്നൊന്നും ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകളൊന്നും ഇല്ല. അന്ന് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് മേടിക്കണമെങ്കിൽ നിങ്ങൾ സബ്കയിൽ വരണം. സബ്ക മാർക്കറ്റ് മനസ്സിലായോ? മെയിൻ മാർക്കറ്റിൽ സബ്ക ഏരിയയിലുള്ള ആ മാർക്കറ്റിൽ പോയാലാണ് നമുക്ക് വാച്ച്, റേഡിയോ ഇതൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ മാതിരി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എല്ലാം കിട്ടുന്ന ഒരു സംഭവമൊന്നുമില്ല. അതായത് നമ്മൾ പഴയ കാലത്തെ ദുബായ് കാണിക്കുന്ന അതേ ഒരു ഫീല് തന്നെയായിരുന്നു. അവിടെ ഒരു ഖാദർ ഹോട്ടലുണ്ട്. ഖാദർ ഹോട്ടൽ എന്ന് പറയും ആ ഏരിയക്ക്. ഖാദർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലയാളിയുടെ ഒരു ഹോട്ടലായിരുന്നു. പാകിസ്ഥാൻകാരൻ മലയാളി. അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കും ഇങ്ങനെ വിസിൽ വരുന്നവർക്കൊക്കെ. അങ്ങനെ ആ സബ്ക ഏരിയയിലാണ് നമ്മുടെ അന്ന് ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ മോളിനിക്സ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ആയിരുന്നു ഞങ്ങൾ. അന്ന് ഹൗസ് ഹോൾഡ് ഷോപ്പുകളിലും ഈ ഇലക്ട്രോണിക് ഷോപ്പുകളിലാണ് നമ്മുടെ ഇത്. അങ്ങനെ 86 ലാസ്റ്റോട് കൂടി അവിടുത്തെ ഈ അഷഫ് ആൻഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്തപ്പോൾ അവിടെ കിട്ടി. അങ്ങോട്ടേക്ക് മാറാം. 87 അഷഫ് ആൻഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ ജില്ലറ്റ് എന്ന് പറഞ്ഞ ആ ബ്ലേഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കമ്പനിയിലേക്ക് സെയിൽസിൽ തന്നെ ഇത്തിരി കൂടി ബെറ്റർ സാലറിയിലും കാര്യങ്ങളിലും അവിടെ കിട്ടി. അപ്പൊ അത്യാവശ്യം നല്ലോണം സംസാരിക്കുക കാര്യങ്ങളൊക്കെ ഉള്ളത് അന്ന് തന്നെ നമ്മളെല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കും. അന്നും ഇതേമാതിരി തന്നെ ഇനാഗറേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അവര് ആൾക്കാരെ കാണുമ്പോൾ നമുക്കത് കൂടുതലൊരു സന്തോഷം. അപ്പോൾ 86 അത് കിട്ടി. അതൊരു 95 വരെ ഒരേ കമ്പനി അതിൽ പോയി. 87 തൊട്ട് 95 ഒരു 9 കൊല്ലത്തോളം അഷഫ് ആൻഡ് പാർട്ട്നേഴ്സിൽ ജോലി ചെയ്തു. അടിപൊളിയായിട്ട്. അല്ലാതെ അത് കഴിഞ്ഞ് നമ്മൾ 96 സാറ ഗ്രൂപ്പ് ഹോൾഡിങ്ങിൽ ഞാൻ ജോയിൻ ചെയ്യണം. സാറ ഗ്രൂപ്പിലേക്ക് മാറി. അപ്പോൾ അവിടുത്തെ പ്രൊഡക്റ്റാണ് ജെർജൻസ്, ട്രീസ ടൂത്ത് ബ്രഷ്, അങ്ങനെയുള്ള മറ്റൊരു മാറ്റം. അങ്ങനെയാണ് ഞാൻ യൂസുഫലിക്കയുടെ ലുലു ആയിട്ടും മദീനകളായിട്ടും ഇതുപോലെയുള്ള സ്റ്റോറുകളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. അന്ന് ഫസ്റ്റ് ഷോപ്പാണ് ലുലു സെന്റർ ഷാർജ കറാമയിൽ. അന്ന് ഉള്ള സലീം ഫിറോസ് ഇപ്പോഴുള്ള അതേ ലൊക്കേഷൻ, ആ ലൊക്കേഷൻ തന്നെ. അത് സെന്റർ സൂപ്പർ മാർക്കറ്റ് ഇപ്പുറത്ത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വന്നു. ഇപ്പോൾ ഉള്ള സെയിം ലൊക്കേഷനിലാണ് ലുലു സെന്റർ അന്നുണ്ടായിരുന്നത്. അപ്പൊ ഒരുപാട് കഥകൾ ഇപ്പോഴും. അപ്പോ അങ്ങനെ അവിടെ നിന്ന് നമ്മളൊരു ഇപ്പൊ 30ാമത്തെ കൊല്ലമാണ് ഒരേ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യുന്നത്. 30 കൊല്ലം കഴിഞ്ഞു. 96 ഏപ്രിൽ 13 ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ഇപ്പൊ ഏപ്രിൽ 13 കഴിഞ്ഞപ്പോ അത്രയെന്ന് 20 30 കൊല്ലം 7 ദിവസമായി ഞാൻ ഒരു കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നു. 30th anniversary അതൊരു ഭാഗ്യമാണ്. ഒരു കമ്പനിയിൽ തന്നെ ഒരേമാതിരി ഇങ്ങനെ നിൽക്കുക. അപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ നമുക്കറിയാം ഞങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ്
ആ ഷോപ്പുകളുടെ ഓപ്പണിംഗ് നമ്മളോട് പറയും. അതിൻ്റെ എല്ലാ ഇനാഗുറേഷനും നമ്മൾ ഫ്രം ദ ബിഗിനിങ് 95 ഞാൻ 87 ആസാദ് മൂപ്പിൻ്റെ റഫ ക്ലിനിക്കിൻ്റെ ഓപ്പണിങ്ങിന് വരെ ഞാൻ പോയിട്ടുണ്ട്. അതായത് പല സംരംഭങ്ങളുടെയും തുടക്കത്തില് നമ്മള് ആദ്യത്തെ ആളാണ്. ആസാദ് മൂപ്പിനെ ആരും അറിയില്ല. അന്ന് ഡോക്ടർ സയ്യിദ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടുകാരനുണ്ട്, ഡോക്ടർ സയ്യിദ്. അദ്ദേഹമാണ് നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതേമാതിരി തന്നെ ലുലു, അന്ന് ലുലു ഓപ്പൺ ചെയ്യുന്ന ഒരു ഷോപ്പുള്ളൂ ദുബായിൽ. എന്നിട്ടാണ് ശേഷമാണ് നമ്മൾ ലുലു സൂപ്പർ മാർക്കറ്റ് വരുന്നു, ഗീസേഴ്സിൽ വരുന്നു. പിന്നെയാണ് അവിടുന്ന് ലുലുവിൻ്റെ ഒരു തുടക്കം തന്നെ. അതേപോലെ സാർ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും അന്നൊക്കെ ഫോണില്ല, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ലൊക്കേഷൻ മാപ്പ് കാര്യങ്ങളോ പലതും പറയാറുണ്ട്. എന്നാൽ ഒരു ടൈം സുഹൃത്തുക്കളോട് നമ്മൾ പറയും സൺഡേ ഇന്നടുത്ത് മീറ്റ് ചെയ്യാം, ഇന്നടുത്ത് കാണാം. അപ്പോൾ അത് ഒരു വാക്കിന്റെ പുറത്ത് എല്ലാവരും സമയം തെറ്റിക്കാതെ എന്നുള്ളത്. ലൈൻ ഫോൺ ഉണ്ട്, പേജർ ഉണ്ട്. പേജർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈനിൽ നിന്ന് നമുക്കത് നമ്മുടെ നമ്പർ അവിടെ വരും. നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വിളിക്കാം അവരെ. പിന്നെ അന്നത്തെ ട്രാഫിക്കില്ലല്ലോ, അന്നിപ്പോൾ ലൊക്കേഷൻ്റെ ആവശ്യമില്ല. നമ്മൾ റോളയിൽ എന്ന് പറഞ്ഞാൽ റോളയിലെത്തി. ഇന്നത്തെ മാതിരി നമുക്ക് ഇൻസൈഡിലോ ഒന്നുള്ള ലൊക്കേഷൻ്റെ ആവശ്യമില്ല അന്ന്. അങ്ങനെ ഒരുപാട് ഒന്നും ഇല്ലല്ലോ. ലാൻഡ്മാർക്ക് ഇന്ന ഏരിയ പറയുമ്പോൾ കരാവേല് കുറച്ച് സ്ഥലമുണ്ട്, ഏരിയയിലുണ്ട്. ഗീസേഴ്സ് ഒന്നും ഇല്ല. ഗീസേഴ്സിൽ സോനാപൂരി ഇല്ല എന്ന് തന്നെ പറയാം. പിന്നീട് കണ്ടതാണ് നമ്മൾ ബാക്കിയൊക്കെ എല്ലാം. ഇപ്പോൾ ഷെയ്ഖ് സൈദ് റോഡ് ആയിക്കോട്ടെ, ബിസിനസ് ബേ ആയിക്കോട്ടെ, ഏതൊരു ഇതായാലും നമ്മുടെ മുമ്പിൽ കൂടെ ഒന്നാണ്. ഞങ്ങൾ അന്ന് വരുമ്പോൾ കരാമേൽ സ്റ്റാൻഡ് സിനിമ നോക്കിക്കഴിഞ്ഞാൽ അറ്റത്ത് പാർദുബായി വരെ കാണാം, വേറെ ഒരു സ്ഥലമില്ല. ദേര സിനിമയുണ്ട്, കേട്ടിട്ടുണ്ടോ? ദേര സിനിമ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതിന്റെ ബാക്കിൽ ഒന്നുമില്ല, ആ ദേര സിനിമ മാത്രമേ ഉള്ളൂ. ദുബായ് സിനിമ അല്ലല്ല, ദേര സിനിമ നമ്മുടെ ഇപ്പോഴത്തെ യൂണിയൻ മെട്രോയുടെ ഫ്രണ്ടില്. അതുമാതിരി തന്നെ നമ്മുടെ ഹയത്ത് ഏജൻസി, ഞാൻ വരുമ്പോൾ ഹയത്ത് ഏജൻസി ഉണ്ട്, ആ ഏരിയയിൽ ഒന്നുമില്ല. നൈഫ് റോഡ് എന്ന് പറഞ്ഞ സംഗതിയിൽ കുറച്ച് ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ അന്ന്. പിന്നെയൊക്കെ നമ്മുടെ മുമ്പിൽ വളർന്നതാണ് അത് മുഴുവൻ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സാർ, താങ്കളുടെ ഈ ഒരു യാത്ര ഇടയിൽ ഇത്രയും കാലത്തിനിടയിൽ ദുബായ് ഇത്രയും ഡെവലപ്പായി. നമ്മളെ നാടിനെ ഇത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ചാക്കോ സാർ അന്ന് വന്ന ആ ഒരു സമയം, എന്നാൽ ഇത്രയും കാലത്തിന് ശേഷം കാലഘട്ടത്തിൻ്റെതായ മാറ്റങ്ങളല്ലാതെ മറ്റെന്ത് പറയാൻ പറ്റും സാർ? ഞാൻ പറഞ്ഞു, ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഇരിഞ്ഞാലക്കുട ഞാൻ വരണ സമയത്ത് ഉള്ള ബിൽഡിങ്ങുകൾ ഇപ്പോഴാണ് ഒരു ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത് സമീപകാലത്ത്. അതുവരെ ടാണാവ് തന്നെ ബസ് സ്റ്റാൻഡ് തന്നെ ഒരു റോഡിന് വീതി കൂടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ പറയാം കുറച്ചൊരു ഇതില്ല. പക്ഷേ നമ്മൾ ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ലൈഫ്, ഫാസ്റ്റ് ഡെവലപ്മെൻറ്റ്, എല്ലാം ഫാസ്റ്റാണ്. ഇപ്പോൾ കരാമ എന്ന് പറഞ്ഞ ഏരിയയിൽ 10 ബിൽഡിങ്ങ് ഞങ്ങൾ വരുമ്പോൾ ഉള്ളൂ. ഇന്ന് കരാമ എന്തായാലും, ഇന്ന് കരാമയിലെ ആ റെസ്റ്റോറൻറ്റ് നിൽക്കുന്ന ഏരിയ ഷെയ്ഖ് ഹംദാൻ കോളനി എന്ന് പറയാമെന്ന്. ഷെയ്ഖ് ഹംദാൻ കോളനിയിൽ 5000 രൂപയാണ് ഒരു 1 ബെഡ്റൂമിൻ്റെ റേറ്റ് അന്നുണ്ടായിരുന്നത്. ഒരു 2 ബെഡ്റൂം 9000 രൂപ. ഇന്ന് അവിടുത്തെ റേറ്റും അവിടുത്തെ ഷോപ്പുകളുടെ പകിടിയും കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്. ആ ഏരിയയിലെ റെസ്റ്റോറൻറ്റുകൾ ഫുൾ റെസ്റ്റോറൻറ്റുകളായി. ഞങ്ങൾ വരുമ്പോൾ ഷെയ്ഖ് കോളനി, ഷെയ്ഖ് ഹംദാൻ കോളനി, ഇത് മാത്രമേ ഉള്ളൂ, വലിയ വലിയ ബിൽഡിങ്ങുകൾ ഒന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ നമുക്ക് കാണിച്ചു തന്നു എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. അവരുടെ ഐക്യദാർഢ്യമാണ് ഇതിൻ്റെയൊക്കെ അവരുടെ വിഷനാണ്. ഇത് ഇത്രയും പലതും കണ്ടത് പോയി, പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയും തരണം ചെയ്ത് മുന്നോട്ട് പോയ ദുബായ്, അല്ലെങ്കിൽ യുഎഇ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. അതും ഉറപ്പല്ലേ സാർ നമ്മൾ അതിജീവിക്കും? 100%. ഞങ്ങൾ 2008 ഇവിടെ വലിയൊരു റിസഷൻ വന്നിരുന്നു. ആ റിസഷൻ വന്നപ്പോൾ കൂടുതലും ബാധിച്ച റിയൽ എസ്റ്റേറ്റിനെയായിരുന്നു. റെൻറ്റുകൾ കണ്ടമാനം കുറഞ്ഞു, ബാക്കി ബിസിനസ്സുകൾക്കൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ കോവിഡ് വന്നപ്പോൾ കുറേ 5-6 മാസത്തേക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുവൈറ്റ് വാർ വന്നപ്പോൾ കുറച്ച് ഇതുണ്ട്. പക്ഷെ എന്നാൽ അതൊന്നും ദുബായിക്ക് അധികം ഏറ്റിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി നമുക്ക് നാട്ടിലും ദുബായിലും എല്ലായിടത്തും ബാധിച്ചിരുന്നു. പക്ഷെ അത് നമ്മൾ ഈസി ആയിട്ട് അത് യാതൊരു സംശയവുമില്ല. അതേപോലെ സാർ, യൂസുഫ് അലി സാറുമായിട്ടുള്ള ബന്ധങ്ങൾ, അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു പക്ഷേ നേരിട്ട് വിളിക്കാനും സൗഹൃദങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്ന ചുരുക്കം
ആളുകളിൽ ഒരാൾ കൂടിയാണ് സാർ. ആ ഒരു ബന്ധങ്ങളൊക്കെ എവിടെ നിന്ന് തുടങ്ങുന്നു സാർ? നമ്മള് അദ്ദേഹത്തിന്റെ എല്ലാ ഉദ്ഘാടനങ്ങളും ഇപ്പൊ ഞങ്ങളുടെ സപ്ലൈ ഇല്ലാതെ ഒരു ലുലു ഓപ്പൺ ആവില്ല. ഞാനിപ്പോ ഞങ്ങളുടെ ഒരു 30 കൊല്ലം അവരുടെ ഷോപ്പ് വന്നിട്ട് 30 കൊല്ലമായിട്ടുള്ളൂ. 95-90 ലാസ്റ്റോട് കൂടിയിട്ടാണ് കരാമ സ്റ്റോർ വന്നത്. അപ്പോൾ നമ്മൾ എല്ലാവിധ ഉദ്ഘാടനങ്ങൾക്ക് പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ സ്ഥാപിച്ചു, അത് ഡെവലപ്പായി. അപ്പോൾ എന്നെ എവിടെ കണ്ടാലും PLK എന്നെ വിളിക്കും, ഇത് ചെയ്യും. ഇഫ്താറുകളായാലും ആദ്യം ഇഫ്താറുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ സപ്ലയേഴ്സിനും വിളിച്ചിട്ടൊരു ഇഫ്താർ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാളായിട്ട് അതില്ല, കോവിഡിന് ശേഷം അങ്ങനത്തെ ഇതില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം എന്നെ കൊണ്ടുപോയത് ഷെയ്ഖ് അൽ നഹിയാൻ മുബാറക്കിൻ്റെ പാലസിൽ എന്നെ ഇവിടുന്ന് അതിഥിയായിട്ട് അവിടെ നിന്ന് തന്നെ വണ്ടി കൊടുത്തയച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുവന്ന് തിരിച്ചു വിട്ടു. ഷെയ്ഖ് നഹിയാൻ്റെ കൂടെയുള്ള പാലസിൽ ആദ്യം പോയി. പാലസിൽ നിന്ന് ആളുടെ ഗസ്റ്റ് ഹൗസിൽ വന്ന് നമ്മൾ നോയമ്പ് കുറിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇത് ചെയ്തു. ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷനാണ് വെച്ചത്. ആ ദിവസമാണ് യുദ്ധം ആരംഭിച്ചത്. അതുകൊണ്ട് അത് പോസ്റ്റ്പോൺ ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് രണ്ടാമതും എല്ലാവരും കുറച്ച് ആൾക്കാരെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മംസാറിലുള്ള വീട്ടിൽ ചെയ്തു. അതിപ്പോൾ എവിടെ പോയാലും നമ്മളെ എല്ലാ ഇതിലും നമ്മളെ അടുത്ത് നിർത്തുന്ന ഒരാളാണ്. ഞാനില്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഒരു ആളുടെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ വളരെ മില്യൺസ് ബന്ധം കൂടിയാണ്. അത് അദ്ദേഹം തന്നെ സ്നേഹം അല്ല എന്നുള്ളത് നമ്മളൊരു ഇപ്പം ഞങ്ങൾ ഇബ്രാഹിം ഹാജി മരിച്ച് ഞങ്ങൾ ഇത് പോയപ്പോൾ ഞാൻ ദുവ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം അത് എടുത്തു പറഞ്ഞിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെ ദുവ ചെയ്യുമ്പോൾ PLK ഇങ്ങനെയാണ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആളൊരു ആക്ഷനൊക്കെ ചെയ്തിട്ട് ആളോട് അന്ന് ഇബ്രാഹിംജിയുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കിട്ടിയൊരു സൗഭാഗ്യമാണ്. ഇത്രയും വലിയൊരു മനുഷ്യൻ നമ്മളെയൊക്കെ വിളിക്കുക അല്ലെങ്കിൽ നമ്മളെന്ന് പറഞ്ഞ് അതിപ്പോൾ ഇവിടുത്തെ ഏതൊരു കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എന്ന് പറയാം, നമ്മളെല്ലാവിധ ബിസിനസ്സുകാരായാലും ആരായാലും കല്യാണങ്ങളായാലും വീട് പാർക്കലായാലും എൻഗേജ്മെൻറ്റുകളായാലും എല്ലാത്തിനും നമ്മളെ ക്ഷണിക്കും. ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും. നാട്ടിൽ നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട്. ഇവിടെയുള്ളത് നമ്മൾ ഓടിയെത്താറുണ്ട്, ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ഈ കാസർഗോഡ് നിങ്ങൾ പറയും നിങ്ങളുടെ ആളുടെ പേര് ഇന്നത്തെ നിങ്ങളുടെ KMCC പ്രസിഡന്റ് സെക്രട്ടറി അല്ലേ ഇളയച്ച, ആളുടെ മോൻ്റെ കല്യാണത്തിന് ഞാൻ നാട്ടിൽ നിന്ന് വന്നു. ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ പറഞ്ഞ് ചാക്കോ ചേട്ടനില്ലാണ്ട് കല്യാണം അതിനു വേണ്ടി ഞാൻ ഒരു ദിവസം നേരത്തെ ദുബായിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എല്ലാവരുമായിട്ടുള്ളൊരു ബന്ധങ്ങളെ നമ്മൾ സൂക്ഷിച്ച് വെക്കുക എന്ന് പറഞ്ഞു. അതേപോലെ മലബാറും ആ ഒരു ടച്ച്, മലബാറിന്റെ ഒരു കണക്ഷൻ മലബാർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2008 ഇവിടെ നമ്മൾ ആകെ ഈ റെസഷൻ വന്ന് ഇങ്ങനെ എല്ലാവരും നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് മലബാറിന്റെ ഇവരായിട്ടൊന്നുള്ള ബന്ധമൊന്നുമില്ല. നമ്മുടെ മായൻകുട്ടിയാജി ആഷിം ഹൈപ്പർ മാർക്കറ്റ്, മായൻകുട്ടിയാജി ആയിട്ടാണ് നമുക്കന്നൊരു ബന്ധമുണ്ട്. അപ്പോൾ മായൻകുട്ടിയാജി അതിലത്തെ ഒരു പാർട്ണറാണെന്ന് ഒരാൾ പറഞ്ഞു. അങ്ങനെ ഞാൻ മായൻകുട്ടിയാജിയുടെ അടുത്ത് പോയി. ആള് പറഞ്ഞു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് നല്ലതാണ് മലബാറിലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2008 ലാസ്റ്റ് 2009 ബിഗിനിങ്ങിലാണ് നമ്മൾ അതിലത്തൊരു പാർട്ണറായിട്ടുള്ള ഒരു ചെറിയ ഒരു തുടക്കം നമ്മൾ കുറിക്കണം, ആരംഭം. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് എല്ലാവർക്കും എന്താ പറയുക കൂടുതൽ ഷെയർ തരാനുള്ള ഇതുണ്ടായി. ഇപ്പോൾ നമ്മളൊരു തർക്കമില്ലാത്തൊരു ചെറിയൊരു ഇതായി. അന്ന് പലരും പറഞ്ഞിരുന്നു, എൻ്റെ അടുത്ത് ഷംലാൽ പറഞ്ഞു, ഞങ്ങൾ പലരുടെ വീടുകളിലും പോയിട്ട് ആരും അന്ന് ഉണ്ടാക്കില്ല. അത് നമ്മളന്ന് വളരെ ധൈര്യത്തോടു കൂടി മലബാറിൽ ജോയിൻ ചെയ്തു. ഇന്ന് മലബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയെന്ന് അറിയാലോ. ഞാൻ ചെല്ലുമ്പോൾ 65-66 ഷോപ്പുള്ളൂ. ശരിക്കും ഒരു പ്രതിസന്ധി ഘട്ടത്തിലല്ലേ സാർ നമ്മൾ ഇതുപോലെയുള്ള റിസ്ക് എടുക്കുകയാണെങ്കിൽ? അന്ന് ഒരു പക്ഷെ 1-2 പ്രാവശ്യം ആലോചിക്കുക, കുറെ ഒപ്പീനിയൻസ് എടുത്തിരുന്നെങ്കിൽ സാറ് പിന്നോട്ട് വലിഞ്ഞ സധൈര്യം മുന്നോട്ട് പോയതുകൊണ്ട് മലബാറിന്റെ നിർണായകമായ ഘടകങ്ങളിൽ ഒരാളാണ് ചാക്കോ സാർ. അത് എത്താൻ പറ്റി. അവരിപ്പോ നമ്മളെ സ്നേഹിക്കുന്നത് അതേമാതിരി തന്നെയാണ്. ഇപ്പൊ ഏതൊരു ഫംഗ്ഷൻ ഉണ്ടായാലും മലബാറിന്റെ പരിപാടികളിൽ ചാക്കോ സാർ ഇല്ലാതെ അത് പൂർണ്ണമാവില്ല, അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യം കാണാറുണ്ട്. അത് ഇവിടെ ആയാലും അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു അനുഗ്രഹം എന്ന് പറയാം. നമ്മൾ പറയില്ല, നമ്മളൊരു അവരും നമ്മളോട് പറയും നല്ല എല്ലാവരും ഇതിൽ നാട്ടിലായാലും അമ്മക്കായാലും ഇവിടുത്തെ എല്ലാവരും നമ്മളെ അത്രയും
ഇത് ചെയ്തിട്ട് നമ്മൾ പോകുന്നതാണ്. എല്ലാ ഫങ്ഷൻസിനും നമ്മൾ അവരുടെ കൂടെ ഉണ്ട്. അതേപോലെ സർ സംഘടനാ ഭേദമന്യേ ജാതി മത നിറവർണ്ണ ഭേദമന്യേ സാർ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നു. ഒരുപോലെ ഒരാളെയും വിഷമിപ്പിക്കാതെ സംഘടനകൾക്കോ എല്ലാവർക്കും ഒരുപോലെ തുല്യത കൽപ്പിക്കുന്നു. എപ്പോഴെങ്കിലും ആരോടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലൊരു പ്രത്യേക മമത തോന്നിയിട്ടുണ്ടോ? നമുക്ക് അങ്ങനെയില്ല. എല്ലാവരും അടുപ്പം നിങ്ങൾക്കറിയാമല്ലോ, കാന്തപുരം വന്ന ചാക്കോ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുക. നിങ്ങളുടെ സമസ്തരെ തങ്ങൾ വന്നാലും നമ്മൾ അവരുടെ കൂടെ ഉണ്ട്. പള്ളിയിൽ ബിഷപ്പുമാരായാലും ആരായാലും അവർ വന്നാലും അവരുടെ കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ അമ്പലത്തിൽ നിന്നായാലും നമ്മുടെ ശിവഗിരിയിൽ നിന്ന് വന്ന അവരുടെ ഫംഗ്ഷനിൽ നമ്മളെ ആദരിക്കാനും ഇത് ചെയ്യാനും അതിലുള്ള ആ ഒരു ഭാഗ്യം നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ ആരോടും ഇത് നമ്മൾ സ്നേഹത്തോടു കൂടി അവരായിട്ട് ഇടപഴകുന്നു. അവർ അതിൽ നിന്ന് അവരുടെ സ്നേഹം നമുക്ക് തരുന്നു. അതേപോലെ സർ കുട്ടികളുടെയും കൂടെ കാണാറുണ്ട്. ജെൻസി പുതിയ കുട്ടികൾ എല്ലാം മാനേജ് ചെയ്യുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അവരുമായിട്ട് പല കമ്മ്യൂണിക്കേഷൻ റീൽസ് വീഡിയോസൊക്കെ കാണാറുണ്ട്. അതൊക്കെ ഈ ടൈപ്പിലുള്ള റീല് ട്രോളുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ആസ്വദിക്കാറുണ്ടോ? അല്ല ഞാൻ ആസ്വദിക്കാറുണ്ട്. നമ്മളും അതിൻ്റെ കൂടെ ഭാഗമാക്കാറുണ്ട്. പലരും പല സംഘടനകളും കുട്ടികളുടെ ഫംഗ്ഷൻ ആണെങ്കിലും വലിയൊരു ഫംഗ്ഷനാണെങ്കിൽ നമ്മളിത് ചെയ്തിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. നമ്മൾ സന്തോഷത്തോടു കൂടി പോയി ചെയ്യാറുണ്ട്, എന്റർടൈൻ ചെയ്യാറുണ്ട്. നമുക്ക് അങ്ങനെ നമുക്ക് അവരിൽ നിന്നൊന്നും ഞങ്ങളൊരു പ്രതീക്ഷിച്ചിട്ടല്ല നമ്മളിതൊക്കെ ചെയ്യുന്നത്. നമ്മളുടെ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം ഞാൻ ജോലി ചെയ്യുന്നത് തന്നെ എൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അത് അവർക്ക് നമ്മളുടെ ഒരു പ്രസൻസ് അവർക്ക് ഇഷ്ടമാണ്. അതാണ് ആരും അല്ലണ്ട് നമ്മൾ അതിൽ നിന്ന് ഇപ്പോൾ അവരിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ ഇഷ്ടം പോലെ നമുക്ക് സ്വഭാവങ്ങൾ കിട്ടുന്നുണ്ട്. അത് ഒരിക്കലും ഒരാൾക്കും കിട്ടാത്ത സ്വഭാവങ്ങൾ നമുക്ക് മറ്റു ഇവിടുത്തുള്ള എല്ലാ ആളുകളും നമുക്ക് തരുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഒരു ഭാഗ്യം. തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, അതേപോലെ തന്നെ സർ ഫാമിലി, അപ്പച്ചൻ അമ്മച്ചി അവരുമായിട്ടുള്ള ഒരു മെമ്മറീസ്. അങ്ങനെ അപ്പച്ചൻ അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പാവപ്പെട്ടവരായിരുന്നു. ഞങ്ങൾ വാടകപ്പുരയിലാണ് നമ്മൾ പണ്ട് താമസിച്ചിരുന്നത്. ഞങ്ങൾ അപ്പൻ ഇതെന്ന് അവിടെ നിന്ന് ഞങ്ങൾ മാറി തിരിച്ച് ദുബായിൽ വന്നതിന് ശേഷമാണ് ഞങ്ങളൊരു ചെറിയ നല്ലൊരു വീട് ഞാൻ ഉണ്ടാക്കിയത്. ഫ്രണ്ടിൽ വാർത്തു. അങ്ങനെ ആ കാരണന്മാരുടെ ഒരു അതും സപ്പോർട്ടും നമ്മുടെ പറയില്ല അവരുടെ അനുഗ്രഹങ്ങളും കൂടിയാണ് ഇതിൻ്റെ ബ്ലെസ്സിങ് ഉള്ളത്. പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിനിമാകാരെന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റ് ഏട്ടൻ ഞാനായിട്ട് ഒരു 75 തൊട്ടുള്ള ബന്ധമാണ്. അദ്ദേഹം ബന്ധുക്കളും കൂടിയാണ്. ബന്ധുക്കളല്ല, മീൻസ് വൈഫിൻ്റെ ഒരു ബന്ധം എന്ന് പറയാം. എന്നാലും അതൊന്നും അതിനേലും കൂടുതൽ നമ്മൾ ഫ്രണ്ട്സാണ്. ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ 75 തൊട്ടുള്ള ബന്ധം. ഇപ്പോൾ ദുബായിൽ ആര് വന്നാലും എപ്പോൾ ആൾ വന്നാലും നമ്മളെ കൂടെയാണ് ട്രാവൽ ചെയ്യുള്ളൂ. ഫസ്റ്റ് വരുന്നത് 87 മമ്മൂക്കയുടെ കൂടെ വരുന്നത് മരിക്കണ വരെ ഞാൻ മരിക്കുമ്പോഴും ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. അതും ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു എനിക്ക്. കാരണം ഞാൻ ഒരാഴ്ച മുമ്പ് എന്നോട് പറഞ്ഞു, സോണറ്റ് പറഞ്ഞു ഇത്തിരി കണ്ടീഷൻ മോശമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് കാണാൻ വേണ്ടി പോയതാണ്. പക്ഷെ മരിച്ച് സംസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ അവരായിട്ടും പണ്ടത്തെ സിനിമാ സ്റ്റാർസായിട്ടും മമ്മൂക്ക ആയാലും മോഹൻലാൽ ആയാലും ആരും അന്നത്തെ ഷോ നടക്കുമ്പോൾ നമ്മൾ കൂടി ഉണ്ട്. വേണമെങ്കിൽ ഇന്ന് നമ്മുടെ AK ഫൈസലിൻ്റെ ഒരു റീലെടുത്ത് നോക്കിയാൽ മതി. ശങ്കർ അവരുടെ വീട്ടിലേക്ക് ഞാനാണ് പറഞ്ഞയച്ചത്. പഴയ ശങ്കറിനെ അറിയും. ശങ്കർ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലെ ശങ്കർ അപ്പൊ ആളെ എന്നോട് പറഞ്ഞു അങ്ങനെ എനിക്കൊന്ന് മലബാർ ഫൈസൽ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് കണ്ടിരുന്നു. IC അനിൽകുമാറിന്റെ ഒരു കല്യാണത്തിന് ഞങ്ങൾ കണ്ടപ്പോൾ ആള് പറഞ്ഞു ഒന്ന് നമുക്ക് പോവാം. അപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു പോണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇന്ന ദിവസം വിഷുവിൻ്റെ അന്ന് നല്ല ഇതിൽ അവര് ഫൈസൽ അവിടെ നാട്ടിൽ പോയി. ഫൈസൽ വിളിച്ച് അവരെല്ലാവരും കൂടി ഇപ്പോൾ പറഞ്ഞു 86 തന്നെ ഞാൻ ബന്ധപ്പെടണേ. 86 വന്നപ്പോൾ എൻ്റെ കൂടെ ആയിരുന്നു ഒരു 10 ദിവസം. അന്ന് നമ്മുടെ ഒരു ചെറിയ കരീന എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട് ടയോട്ടയുടെ. ആ വണ്ടിയിലാണ് ഞാൻ അവരെ കൊണ്ട് നടത്തിരുന്നത്. അപ്പോൾ അത് ആ ഒരു ബന്ധം ഇപ്പോഴും അദ്ദേഹം ഫൈസലിനോട് പറയണേ ഇങ്ങനൊരു ആത്മസുഹൃത്ത് നമുക്ക് കണക്ഷൻസ് ആക്കി കൊടുക്കാം. അപ്പം നമ്മൾ ആരായാലും ദുബായിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി കൊടുക്കും. അതേപോലെ ഏതൊരു പ്രവാസി മലയാളികളെ പോലെ സാധാരണ കുടുംബത്തിൽ നിന്നും വന്ന് മലയാളികൾ പ്രത്യേകിച്ചും പലതും വെട്ടിപ്പിടിച്ച ഒരു ചരിത്രം അങ്ങനെ തന്നെയാണ്. അതേപോലെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു നാട്ടിൽ നിന്ന് ഗ്രാമത്തിൽ നിന്ന് വരുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ഞാൻ എൻ്റെ നാട്ടിലേക്ക് സംതിങ് ഈ ഒരു UAE ഡെവലപ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ കിട്ടാതെ പോയി എന്ന് സങ്കടപ്പെട്ട ഭരണാധികാരികളുടെ കുറവാണോ നാടിൻ്റെ അങ്ങനെ തോന്നി? പറയുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ കളികളുണ്ടോ. നമ്മുടെ നാട്ടിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയക്കാരുടെ ഒരു അതാണ് നമ്മുടെ നാട് നന്നാവത്തെന്ന് ഞാൻ പറയുള്ളൂ. ഇവിടെ ഇടതും വലതും മാറി 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 എന്ന് പറഞ്ഞാലും അത് നാടിന്റെ ഒരു അത് നമുക്ക് കൂടുതൽ ഞാൻ ആ പൊളിറ്റിക്കൽസിലേക്ക് നമ്മൾ വരുന്നില്ല കാണിച്ചില്ല ഇല്ലേ. നമ്മൾ ദുബായിൽ ഇത്രയും കൊല്ലങ്ങളായി. നമുക്ക് ഞാൻ ഇതുവരെ ദുബായിയാണ് നമ്മുടെ. ഞാൻ 19 വയസ്സിലാണ് നാട്ടിൽ നിന്ന് പോകുന്നത്. 18 വയസ്സിൽ 77 18 വയസ്സാണ്. 77 പോകുന്നു. ഇപ്പോൾ ഇത്രയും കൊല്ലങ്ങളായിട്ട് 50 കൊല്ലം ആവാനെ പോണം. അടുത്ത ഒക്ടോബറിലേക്ക് 27 ഒക്ടോബറിലേക്ക് ഞാൻ 50 കൊല്ലം കഴിയും നാട്ടിൽ നിന്ന് പോകുന്നുണ്ട്, ഇരിങ്ങാലക്കുടയിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ദുബായിൽ കിട്ടുന്ന സ്നേഹം നമ്മുടെ നാട്ടിൽ കിട്ടില്ല. ഇപ്പം ദുബായിൽ എല്ലാ മതക്കാരും, പ്രത്യേകിച്ച് ഇവിടെ മതമില്ല എന്ന് തന്നെ പറയും, മതവും ഇല്ല രാഷ്ട്രീയവും ഇല്ല, ആ ബന്ധം നമുക്ക് ഒരിക്കലും പുറത്ത് കിട്ടില്ല. ദുബായിൽ നമ്മളെ ശരിക്കും അത് പഠിപ്പിക്കുന്നില്ല ഒരു വിഭാഗീയത, ഒരു അങ്ങനെ ഒരു സംഭവം കൂടി ഇല്ല. ഞാനിപ്പോ പറയില്ല, ഞാൻ മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും എല്ലാവരും ഇപ്പൊ എന്നെ ICF എന്ന് പറയുന്ന സംഘടന ആദരിച്ചിട്ടുണ്ട്. സമസ്ത നമ്മളെ ഞാൻ സുപ്രഭാതം പത്രത്തിന്റെ ഉപദേശക സമിതിയിലത്തെ ഒരു മെമ്പറാണ്. സുപ്രഭാതം പേപ്പർ കിട്ടില്ല, അപ്പൊ അതുമാതിരി എല്ലാവർക്കും നമ്മൾ പറയില്ലേ ഒരു അങ്ങോട്ട് നമ്മൾ പറയില്ല. ഇപ്പൊ ബുക്ക് ഫെയർ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ ബുക്ക് ഫെയറിലും ആളുകൾ നമ്മളുടെ ഒരു ബുക്ക് പ്രകാശനത്തിനായാലും എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പറയില്ല, ഇവിടെയുള്ള എല്ലാ പ്രമുഖരും യൂസഫ് അലിക്ക് അടക്കമുള്ള ആസാദ് മൂപ്പൻ, ഇപ്പോൾ ഈ പ്രാവശ്യം യൂസഫ് അലിക്ക് വിളിച്ച മാതിരി തന്നെ ആസാദ് മൂപ്പൻ്റെ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ നേരിട്ട് വിളിക്കുന്നത് ആസാദ് മൂപ്പൻ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് ആ ഇഫ്താറിന് പങ്കെടുക്കണം. അത് കഴിഞ്ഞ് ഞാനും അന്ന് അബ്ബാസ് അലി തങ്ങളുണ്ടായിരുന്നു, മുനാവർ തങ്ങളുണ്ടായിരുന്നു. എനിക്ക് മുനാവർ തങ്ങളൊരു തൊപ്പിയൊക്കെ വെച്ച് തരുന്നൊരു എനിക്ക് അവരെ അപ്പോൾ ആ ഫോട്ടോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പലരും പറഞ്ഞു എൻ്റെ മോളുടെ കല്യാണം ഈ ചാക്കോ തങ്ങൾ നടത്തി തന്നാൽ മതി എന്ന് പറഞ്ഞത് നമ്മളുടെ മൻസൂർ ചിക്കിങ്ങിന്റെ മൻസൂറാണ് അവരുടെ ഇത്. അപ്പോൾ അതേമാതിരി നമുക്ക് പറയില്ല എല്ലാ തങ്ങന്മാരും ഇപ്പോൾ ആര് സാധിക്കൽ തങ്ങളായാലും ആര് തങ്ങന്മാരിവിടെ വന്നാലും നമ്മളവരുടെ കൂടെ ഉണ്ടാവും പോണവരെ. കാരണം ചില ഉദ്ഘാടനങ്ങളായാലും ഞാനൊരു 4 ഉദ്ഘാടനം ഒരേ ദിവസം ചെയ്തിട്ടുണ്ട് തങ്ങന്മാരുടെ കൂടെ. അബ്ബാസ് അലി തങ്ങളുടെ കൂടെ 4 ദുവ ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ. മുനാവർ തങ്ങളുടെ കൂടെ 3 ഉദ്ഘാടനം, അബി ബേക്കറി, ഒരു ജ്വല്ലറി, ഒരു റെസ്റ്റോറൻറ്റ്, 3 എണ്ണം. അത് സാധിക്കില്ല നിങ്ങളായാലും നമ്മളിപ്പോൾ ഷിയാസ് എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ വരുന്ന ആൾക്കാർ നമ്മുടെ ഇതാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് നമ്മൾ പോവുക. ആ ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടിയിട്ട് നാട്ടിലായാലും കിട്ടില്ല. അതങ്ങനെ ഞാൻ മണക്കാട് പോയിട്ടുണ്ട്. മണക്കാട് എല്ലാവരുടെ സാധിക്കും തങ്ങളുടെ വീട്ടിലും മുനാവർത്തങ്ങളുടെ വീട്ടിലൊക്കെ പോയി സന്ദർശിച്ചിട്ടുണ്ട്. നമ്മളെ അവർ സ്വീകരിച്ചതും നമുക്ക് മറക്കാനാവാത്ത ഒരു ഇതാണ്. അതുപോലെ സംവിധാനയുടെ പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട്. എവിടെയാണത്? കോട്ടക്കൽ, മലപ്പുറം. അപ്പോൾ അതുമാതിരി നമ്മളില്ലേ, നമുക്ക് ജാതിയോ മതമോ ഒന്നുമില്ല ഇവിടെ. നമ്മൾ നല്ല സ്നേഹം കൊടുക്കുക, ആ സ്നേഹം തിരിച്ചു മേടിക്കുക. അത് വേറെ വഴിക്ക് അവരിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും വേറെ വഴിക്ക് നമുക്ക് ആ സ്നേഹം കിട്ടും. എല്ലാവരും നമ്മൾ പൈസയിലും കൂടുതൽ നമ്മള് ബന്ധങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പൈസ ഇന്നോ എന്തോരം ആൾക്കാർ നമ്മൾ കാണുന്നു. അപ്പോൾ പൈസയിലും കൂടുതൽ നമ്മൾ സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്നേഹിക്കും. അതേപോലെ മക്കൾ എൻ്റെ 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ്. 2 പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു. ഒരു മകൻ മലബാറിലെ ഷാർജ അജ്മാലിലെ അസിസ്റ്റന്റ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഒരു മോള് ഓസ്ട്രേലിയയിലാണ്, ഒരു മോള് നാട്ടിൽ. അതേപോലെ സാർ, ലൈഫിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇന്നും ഒരു പക്ഷേ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഇൻസിഡന്റ് പണ്ട് നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും നമ്മളൊന്നും നോക്കാറില്ല. അങ്ങനത്തെ ആ സ്പിരിറ്റിൽ നമ്മളൊക്കെ ഇത് ചെയ്യാം. നമ്മളിപ്പോൾ ഇങ്ങനെ ആവുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. നമ്മൾ 5 കൊല്ലത്തേക്ക് ഒരു 5 ലക്ഷം രൂപ ഉണ്ടാക്കി പോകാനാണ് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. 45 കൊല്ലം ഇവിടുന്ന് പോകണില്ല എല്ലാവരും പോലെ. ആ ഒരു വിഷൻ ചാക്കോ സാറിന് 3 വർഷം 5 വർഷം നിന്ന് ഒരു 5 ലക്ഷം രൂപ കയ്യിലായ ജീവിക്കാന്നാണ് വിചാരം അന്ന്. പക്ഷെ അന്ന് അത് മതി. പക്ഷെ ഇന്ന് 5 ലക്ഷം പോയിട്ട് കോടിയിലായാലും നടക്കില്ലല്ലോ നാട്ടില്. അപ്പോൾ അത് കാലഘട്ടങ്ങൾ മാറി മാറി ഇത് ചെയ്യണമല്ലോ. ഇപ്പോൾ ഇവിടെയുള്ള വെച്ചാൽ ഇവിടെ ഏതൊരു പ്രമുഖരായാലും നമുക്ക് റെസ്പെക്റ്റ് തരും. ആ റെസ്പെക്റ്റ് നമുക്ക് കിട്ടില്ല. ഇപ്പം ഞാനൊന്നുമല്ല, നമുക്ക് പൈസ കൊണ്ടോ ഇതല്ല, ഞാൻ സ്നേഹബന്ധങ്ങൾക്കാണ് വില കൽപ്പിക്കണേ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ബില്ലിനേഴ്സാണ്. യൂസഫ് അലിക്കായാലും VK അഷ്റഫ് ആയാലും ആസാദ് മൂപ്പനായാലും ഇവിടെ ഉള്ള ഒരുവിധം വലിയ പ്രമുഖർ മുഴുവൻ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത് എന്താ? എൻ്റെ കയ്യിൽ കാശുണ്ടായിട്ടോ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളാണ്.
ഇപ്പോൾ ഏതൊരു ഫംഗ്ഷൻ ഉണ്ടായാലും, ഇപ്പോൾ ഫ്ലോറയിലായാലും, ഏതൊരു അസനക്ക അല്ലെങ്കിൽ വിഖ്യാ ഷെഫ് അങ്ങനെയുള്ള ഇവിടുത്തെ പല വ്യക്തികളുണ്ടല്ലോ. ഇപ്പോൾ അഹമ്മദ് ഖാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനില്ലാണ്ട് ഒരു പരിപാടി അവർ മലബാറിൽ നടത്തിയില്ല, ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം 2009 ശേഷം. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നൊരു സ്നേഹബന്ധങ്ങൾക്കുള്ള ഒരു ഭാഗ്യമാണ് അതിൻ്റെ. നമ്മൾ മറ്റുള്ളവർക്ക് പിടിക്കുന്നു എന്നുള്ളതിന്റെ. നിങ്ങൾക്കറിയാം ഇബ്രാഹിം ഹാജി എന്നെ മരിക്കണ വരെ അദ്ദേഹത്തിന്റെ ഫോണിലുണ്ടായിരുന്നത് ചാക്കോ KMCC എന്നാണ്, എന്നെ KMCC. അപ്പോൾ പറയാം അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് പറയും ചാക്കോന് മലബാറും ഉണ്ട്, പക്ഷെ ചാക്കോന് ആവശ്യം KMCC-ലാണ് കാണിച്ചാല് അവിടെ നമ്മൾ ഈ ഫുഡ് കൊടുക്കാനും ചാക്കോ ഒരു KMCC-കാരനായിട്ടാണ് കണ്ടത്. പല ടൈപ്പിലുള്ള ഞാൻ എല്ലാ KMCC ഫംഗ്ഷൻ ഇപ്പോൾ ഇഫ്താറുകളായാലും എല്ലാത്തിനും നമ്മൾ പങ്കെടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ തന്നെ എല്ലാ ദിവസവും 4000 ഫുഡോളം നമ്മൾ മലബാർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റുള്ള ഇഫ്താർ ക്യാമ്പുകളായിക്കോട്ടെ, മറ്റുള്ള എല്ലാ അതിലും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും KMCC-ൽ ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു, ഷാർജ. അത് നമുക്കൊരു പാഷനാണത്. നമ്മൾ ഇപ്പം നിങ്ങൾ പിന്നെ മയ്യത്ത് നിസ്കാരത്തിന് നമ്മൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കാരം ചെയ്യും. നമ്മുടെ ക്രിസ്ത്യൻസിന് മരിച്ചാൽ അവരുടെ പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ ഹിന്ദുക്കൾ, അത് ആരായാലും മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കാരമാണോ അല്ലെങ്കിൽ ആർക്കും എന്തായാലും പ്രാർത്ഥിക്കണം, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും, അത്രയല്ലേ നമുക്കുള്ളൂ. അപ്പോൾ അതുമാതിരി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ദുബൈക്ക് വേണ്ടി പോവും, നിസ്കരിക്കാൻ പോവും. ഇവിടെ അടുക്കുന്ന പല ഇതുണ്ടല്ലോ മരിക്കുന്ന. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡോക്ടർ ബാബു മൂപ്പൻ മരിച്ചു, നമ്മുടെ വ്യവസായ മന്ത്രി പഴയ അഹമ്മദ് ഖായുടെ മരുമോൻ. ഞാനാണ് മഞ്ച പിടിച്ചത്, എടുത്തിട്ട് നമ്മളത് കൊണ്ടുപോയില്ലേ അൽക്കൂസ് പള്ളിയിൽ. അപ്പം അതുമാതിരി നമ്മൾ ആർക്കും ഒരു ജാതി നമ്മൾ എല്ലാവർക്കും ഒരു സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ കുറേ സംഘടനകളുണ്ട്. ഞാൻ IBPC മെമ്പറാണ്, IPA മെമ്പറാണ്. മെമ്പർ അല്ലാത്ത സംഘടനകൾ ഇത് സംഘടന ഇഷ്ടംപോലെ സംഘടനയുണ്ട്. പക്ഷെ ഞാനൊരു ഇതിലും നമ്മൾ പറയില്ല, നമ്മളെല്ലാത്തിനും സഹകരിക്കണം. എന്താണെന്ന് വെച്ചാൽ പലരും പറഞ്ഞ അതിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ IPA ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ അങ്ങനെ പല ഇതുണ്ട്. IBPC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബിസിനസ് യൂസഫ് അലിക്കാണ് അതിൻ്റെ അസദ് മൂപ്പനൊക്കെ. അപ്പോൾ നമ്മൾ ഏതൊരു ഇതാണെങ്കിലും നമ്മളാൽ കഴിയുന്ന. ഇന്ന് ഞങ്ങൾ ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഉച്ചയ്ക്ക് അംബാസഡർക്ക് ഒരു സ്വീകരണമായിരുന്നു. ഞാനും സലാം ബാബിനിശ്ശേരിനെ കേട്ടില്ലേ, ഞാനും സലാം ബാബിന് വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി, അവർ ഇത് ചെയ്തു. അപ്പൊ അതൊക്കെ നമുക്കൊരു പ്രചോദനമാണ്, ആവേശം തരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഏതൊരു ഫംഗ്ഷന് നമ്മൾ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ അതിൽ നിന്ന് നമുക്ക് കുറെ ഉൾക്കൊള്ളാൻ പറ്റും. കുറെ റെഫ്രഷ് ആളുകളായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ മറ്റുള്ള ചിന്തകളിൽ ഒരുപാട് മുഖങ്ങൾ, സംസാരങ്ങൾ, അഭിപ്രായങ്ങളും ഒക്കെ. ഇപ്പോൾ മുഖ്യമന്ത്രി വന്ന് മുഖ്യമന്ത്രിയുടെ അടുത്തിരുത്തിയ ആള് എന്നെ കണി കണ്ടുണ്ടാവും. യൂസഫലിക്ക് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കും. ഞങ്ങൾ 5 പേര് ഫ്രണ്ടിൽ, യൂസഫലിക്ക, മുഖ്യമന്ത്രി, യൂസഫലിക്ക, ആസാദ് മൂപ്പൻ, ഷംസുദ്ദീൻ മൊയ്തീൻ, പിന്നെ ഞാൻ. അങ്ങനെ അതേമാതിരി ഒരു ഭാഗ്യം നമുക്ക് കിട്ടില്ല ഇനി ജീവിതത്തിൽ. അത് ഇനി മുഖ്യമന്ത്രി അടുത്ത് ഇരുത്താന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ട് റോയിൽ എന്നെ കൊണ്ട് ഇരുത്താന്ന് പറഞ്ഞു. അതുപോലെ ഒരു KMCC നിങ്ങൾ പറയാം, ഒരു റീസെന്റ് ഒരു വലിയൊരു ഫംഗ്ഷൻ നടന്നിരുന്നു ഹല KMCC-ൽ. എന്നെ കൊണ്ട് ഇരുത്തിയത് 5ാമത്തെ ആളായിരുന്നു. അന്ന് ഖാദർ സാഹിബായിരുന്നു, ഞാൻ വളരെ ക്ലോസ് ആണ്. ഇന്നലെ ഖാദർ സാഹിബിന് ഞാൻ ബാംഗ്ലൂർക്ക് വിളിച്ച് സംസാരിച്ചുള്ളൂ. ഖാദർ തെരുവത്ത് ഖാദർ ഇവിടെ വലിയ പണ്ട് ഇഷ്ടംപോലെ കോടിയിലുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം യൂസഫലിക്ക അദ്ദേഹത്തിന് അവാർഡ്, എന്താ പറയുക, കാസർഗോഡിൻ്റെ ഒരു അവാർഡ്, ജീവിതകാലത്തിനുള്ളൊരു അവാർഡൊക്കെ സമർപ്പിച്ച ആ ഒരു ഫംഗ്ഷന് വരെ നമ്മൾ ഉണ്ടായിരുന്നു. അതും ബാക്കിൽ അവരുടെ അടുത്ത് തന്നെ ഇരുത്തി. യൂസഫലിക്ക എന്നെ അവിടെ ഫ്രണ്ട് റോയിൽ 4ാമത്തെ 5ാമത്തെ ആളായിട്ട് എന്നെ അവിടെ ഇരുത്തി. ആ ഒരു ഫംഗ്ഷൻ അവരെല്ലാവരും എന്നെ അറിയും. KMCC അവരാണ് വിളിച്ചത്. സലാമാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തത്. പിന്നെ യൂസഫലിക്ക വരുമ്പോൾ നമ്മളുണ്ടാവും. ഏതൊരു ഫംഗ്ഷന് വരുമ്പോൾ അയക്കുമ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുക. അപ്പോൾ ആ ഒരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ജീവിതത്തിൽ കിട്ടാത്ത ഒരു ഭാഗ്യമാണ്. അപ്പോൾ അത് പള്ളിയായാലും ഹിന്ദുക്കളായാലും മുസ്ലിം ആയാലും അതിനൊന്നും നമുക്കൊരു ആരായാലും നമുക്ക് ഇപ്പോൾ ഞാൻ അഷ്റഫ് താമരശ്ശേരിയുടെ എംബാമിങ്ങിന് പോകും.
ഞങ്ങളൊരു അറിയില്ല, ഒരു 10 കൊല്ലം മുമ്പ് ഇവിടെ ഒരു ബസ് അപകടം ഉണ്ടായിരുന്നു, ഓർക്കിട്ടുണ്ട്. അന്ന് 18 പേര് മരിച്ചു. ആ 18 ബോഡി ഞങ്ങൾ എംബാമിങ് ചെയ്ത് രാത്രി 2 മണിക്കാണ് ഞങ്ങൾ പോയത്. കാലത്ത് നിന്ന് രാത്രി വരെ എംബാമിങ് കഴിഞ്ഞ് ഞങ്ങൾ ആ ബോഡി മുഴുവൻ കയറ്റി വിട്ടിട്ടാണ് ഞങ്ങളന്ന് ഉറങ്ങിയത്. അന്ന് കൗൺസിലേറ്റിൽ നിന്ന് 2 പേരുണ്ടായിരുന്നു, നാസർ നന്ദി, അങ്ങനെ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും ഈ അഷഫ് താമരശ്ശേരി, നസീർ വാടാനപ്പള്ളി, അങ്ങനെയുള്ള കുറച്ച് PR ഞങ്ങളടക്കം നിന്ന് ചെയ്തിട്ടാണ് ആ ഒരു സംഭവം ഉണ്ടായത്. അതിനുശേഷം നമ്മൾ പല ഈ മരണങ്ങളിലും നമ്മൾ ഭാഗമാക്കാൻ അവരുടെ ബോഡി അയക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞ് ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തി. അതല്ലാതെ പിന്നെ ഈ ഒരു ഇത്രയും ഒരു മൈൽ സ്റ്റോൺ ഇത്രയും കാലത്ത് ഒരു പുരുഷായുസ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ബന്ധങ്ങൾ, എത്താൻ പറ്റുന്ന 4, 5, 6, 7 പരിപാടികളിൽ ഓടി എത്തി ആ ഒരു സാന്നിധ്യം, ആ ഒരു വലിയ മനസ്സ്, അത് തന്നെയാണ് ഒരു പക്ഷേ ചാക്കോ സാറിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അതേപോലെ സാർ, ടെക്നോളജി ഇത്രയും വളർന്നു, പുതിയ പിള്ളേർ വരുന്നുണ്ട്, പുതിയൊരു ജനറേഷന് കൊടുക്കേണ്ട അല്ലെങ്കിൽ പുതിയതായിട്ട് വർക്ക് ഫോഴ്സിലേക്ക് വരുന്ന, ജോലി തേടി വരുന്നവർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്താണ്? പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ജോലിയും ചെയ്യാവുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം, പാകപ്പെടുത്തിയെടുക്കണം. കാരണം വെച്ചാൽ ഞാൻ ഇന്ന ജോലി ചെയ്യുള്ളൂ എന്നുള്ളത്, ഞാനിവിടെ വന്നു ഓഫീസ് ബോയ് തൊട്ടുള്ള നമ്മുടെ ജോലി നമുക്ക് ചെയ്തു, നമ്മൾ കയറി വരും. പിന്നെ ഇന്ന ജോലി ഞാൻ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇന്ന ശമ്പളം വേണം, ഇതൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. നമ്മൾ പണത്തിനോ ഇതിനൊന്നല്ല, നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ എവിടെയാണ് കയറി പിടിക്കുന്നത് അതിൽ ഉറച്ചു നിന്ന് അതിൽ നിന്ന് വളരാൻ നിൽക്കണം. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സ്നേഹത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറുക. പൈസയിലും കൂടുതൽ പൈസേനെ വില കൽപ്പിക്കാതെ സ്നേഹബന്ധങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും, എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. എൻ്റെ ഒരു ജീവിതത്തിൽ പറയില്ല, നമ്മളിവിടെ ഞാൻ ഇപ്പോൾ പൈസേരെ ഇതിനല്ല നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത്, നമ്മൾ സ്നേഹബന്ധങ്ങളിനെ മുൻതൂക്കം കൊടുക്കുക. അപ്പോൾ ആരുടെ സ്നേഹമാണോ, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് മേടിക്കുന്നതിലും കൂടുതലുള്ള ബന്ധങ്ങളാണ് നമുക്ക് മറ്റുള്ള സ്നേഹത്തോടു കൂടി കിട്ടുന്നത്. ആത്മാർത്ഥമായിട്ട് നമ്മൾ നിൽക്കണമെങ്കിൽ ഇഷ്ടം പോലെ പറയില്ല. അപ്പം എനിക്ക് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. നമ്മൾ ഒരു കഫറ്റേരിയ തൊട്ട് റെസ്റ്റോറൻറ്റ് വരെ 5 സ്റ്റാർ ഹോട്ടൽ വരെ ഓപ്പണിങ്ങിന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രോസറി ടു ഹൈപ്പർ മാർക്കറ്റ് ഓപ്പണിങ് ആയാലും നമുക്ക് അതിലൊരു ഇതുമില്ല. എന്തിനായാലും നമ്മൾ പോയി അവർക്ക് വേണ്ടി ദുവ ചെയ്യും. നിങ്ങൾ പറഞ്ഞ പല ഫോട്ടോസിലും ഞാൻ ദുവ ചെയ്ത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഇത് എടുത്തിട്ട് പലരും എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് പല ഗ്രോസറി നമ്മൾ ദുവ ചെയ്യുമ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ദുവയുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ പറയില്ല, അത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിട്ട് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ സ്ഥാപനം നന്നാവണം, അതല്ലേ പ്രാർത്ഥിക്കണം. അതാണ് മനസ്സിലുണ്ടാവണം. അല്ലാണ്ട് നമ്മൾ എങ്ങനെ, അതിപ്പോൾ മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും നിങ്ങളുടെ ബിസിനസ് നന്നാവാനുള്ള എന്നെ വിളിച്ചു നമ്മൾ പോയി അവർക്ക് വേണ്ടി നമ്മുടെ മനസ്സിലേക്കാണ് അത് ഉണ്ടായി കഴിഞ്ഞാൽ കുഴപ്പം. ഇപ്പോൾ മരണമായാലും അവർക്ക് വേണ്ടി ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആത്മാവിന് നിത്യശാന്തി കൊടുക്കുക. നിങ്ങളിൽ അറബിയിൽ എഴുതും, ഞങ്ങൾ മലയാളത്തിൽ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, റെസ്റ്റ് ഇൻ പീസ്. ഇത് ആർക്കായാലും നമ്മൾ ദുവ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പം മയ്യത്ത് നിസ്കാരത്തിന് ഞാൻ പോയ അത്ര ഒരാളും പോയിട്ടുണ്ടാവില്ല, നിങ്ങൾ തന്നെ പോയിട്ടുണ്ടാവില്ല. ഞാൻ ഇബ്രാഹിം ഹജരോട് ഇഷ്ടം പോലെ മയ്യത്ത് നിസ്കാരം, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിക്കും, ഇന്നൊരു ഇതുണ്ട്, ഇന്ന പള്ളിയിലാണ്. പലയിടത്തും നമ്മൾ അറിയിച്ചിട്ടുണ്ട് മയ്യത്ത് നിസ്കാരം ഇന്ന സമയത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും വരണം. അത് മയ്യത്തൽ മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട്, എൻ്റെ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ പോകാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇപ്പോഴൊക്കെയല്ലേ നമുക്ക് ഇന്ന് കയറി വെക്കാം, അന്നൊന്നും ആദ്യം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കണമെന്നാണ് എൻ്റെ ബോധ്യം. കാരണം വെച്ചാൽ നമ്മൾ പലർക്കും വേണ്ടിയിട്ട് പോകാൻ പറ്റാത്തവർക്കും ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഓക്കെ, നമ്മളുടെ മനസ്സിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം അത് സ്വീകരിച്ചിട്ടില്ല. അതായത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാക്കോ സാറിൻ്റെ ഈ ഒരു യാത്ര അല്ലെങ്കിൽ അത് പുതിയൊരു ജനറേഷനെ ഇൻസ്പയർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയമില്ല സർ. കാര്യം പലതിൻ്റെയും പ്രലോഭനങ്ങൾക്ക് പല എൻ്റർടൈൻമെൻറ്റിൻ്റെ പിറകിൽ ഓടുന്ന ഒരു ജനതയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ മനുഷ്യത്വവും സ്നേഹവും കരുണയും ഇതേപോലെ ഓടിയെത്താൻ ശ്രമിക്കുന്ന ആ വ്യഗ്രതയും അനാവശ്യ തിരക്കുകൾ കാണിച്ച് പലതും അവോയ്ഡ് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ചാക്കോ സാറിനെ പോലുള്ളവരുടെ ജീവിതം തന്നെ ആവട്ടെ നമ്മുടെ പുതിയൊരു ജനറേഷന് ഒരു മാതൃക. അതുകൊണ്ട് തന്നെ സാറിന് ഒരുപാട്
കാലം ഇതേപോലെ മലയാളികളുടെ പ്രിയപ്പെട്ട ചാക്കോച്ചനായി നിൽക്കാൻ സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you. ഇനി ഒരുപാട് ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.